എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 11-ാം തീയതി പുതിയതായി OTT-ൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് റെഡി ഓർ നോട്ട് ടു ഹിയർ ഐ കം. റെഡി ഓർ നോട്ട് ടുവിന്റെ സെക്കൻഡ് പാർട്ടായ ഈ സിനിമയിൽ തലയിറക്കലുകളും ചോരപ്പുഴകളും നിറഞ്ഞ അതിക്രൂരമായ ആക്ഷൻ രംഗങ്ങളും അതോടൊപ്പം ഡാർക്ക് കോമഡി നിറഞ്ഞതാണ് ഈ ചിത്രം. ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ടായ റെഡി ഓർ നോട്ട് ടുവിൽ ലേ ഡോമാസ് കുടുംബത്തിന്റെ മാരകമായ ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട നായിക ഗ്രേസ് ഭീകരമായ അടുത്ത തലത്തിലേക്ക് എത്തുന്നതാണ് ഈ സെക്കൻഡ് പാർട്ടിന്റെ പ്രധാന കഥാപശ്ചാത്തലം. ജൂലൈ മാസം 16 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT-ൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു സൂപ്പർ നാച്ചുറൽ സ്പിരിച്വൽ ത്രില്ലർ മൂവിയാണ്. ത്രികാല പുനർജന്മത്തെയും ആഭിചാരക്രിയകളെയും അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. സർട്ടിഫിക്കറ്റോടെ റിലീസ് ചെയ്ത ഈ ഹൊറർ സസ്പെൻസ് മിത്തോളജി വളരെ ഇരുണ്ടതും നിഗൂഢവുമായ അന്തരീക്ഷത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. കാന്താര പോലുള്ള മിത്തോളജിക്കൽ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാവുന്ന മൂവിയാണ് ത്രികാല. പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ഒരു രാജാവ് ചെയ്യുന്ന തെറ്റിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ തലമുറകൾ അനുഭവിക്കേണ്ടി വരുന്ന ഭയാനകമായ ശാപമാണ് കഥയുടെ പശ്ചാത്തലം. ശ്രദ്ധാദാസ്, അജയ്, മാസ്റ്റർ മഹേന്ദ്രൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. തണ്ണക്സിലൂടെ തെലുങ്കു, തമിഴ് ഭാഷകളിൽ OTT-ൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് കള്ളക്കാമുകൻ. ജെന്നീഷ് ലാൽ രചനയും സംവിധാനവും ചെയ്ത് അഭിഷേക് ഉദയകുമാർ, കാർമൻ എസ് മാത്യു, ശ്രീലക്ഷ്മി സത്യൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. പ്രണയവും അതിനെ തുടർന്നുണ്ടാകുന്ന രസകരമായ ചില കള്ളത്തരങ്ങളുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. മനോരമ മാക്സിലൂടെ OTT-ൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മിത്തോളജിക്കൽ ഫാന്റസി അഡ്വഞ്ചർ മൂവിയാണ് നാഗബന്ധം ദ സീക്രട്ട് ട്രഷർ. അഭിഷേക് നാമ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിരാട് കർണ, നഭ നദീഷ്, ഐശ്വര്യ മേനോൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഇന്ത്യയിലുള്ള 108 പുരാതന വിഷ്ണു ക്ഷേത്രങ്ങളുടെ നിഗൂഢമായ രഹസ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ കഥ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്കു ഭാഷയിൽ ജൂലൈ മാസം 31 മുതലും മലയാളം, ഹിന്ദി ഉൾപ്പെടെയുള്ള മറ്റ് ഭാഷകളിൽ ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിലും OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് ലെനി. അഖിൽ അക്കിനേനി, ഭാഗ്യശ്രീ ബോഷ്സെ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഈ റൂറൽ ആക്ഷൻ ഡ്രാമ ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത് കിഷോർ അംബുരിയാണ്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്കു, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് മാസം 14 മുതൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഇന്ദ്രൻസ് മധുബാല പ്രധാന വേഷത്തിലെത്തിയ ചിന്ന ചിന്ന ആശയ്. ഈ ഫീൽ ഗുഡ് കുടുംബചിത്രം വാരണാസിയുടെ പശ്ചാത്തലത്തിലാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നിലവിൽ മികച്ച പ്രതികരണങ്ങളോടെയാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. സാധാരണയായി റിലീസിന് ശേഷം 4 മുതൽ 6 ആഴ്ചക്കുള്ളിലാണ് OTT-ൽ സിനിമകൾ എത്താറുള്ളത്. അങ്ങനെയാണെങ്കിൽ ജൂൺ 19 റിലീസ് ചെയ്ത ഈ മൂവി ജൂലൈ മാസം അവസാനത്തിലോ ഓഗസ്റ്റ് മാസം ആദ്യവാരത്തിലോ OTT സ്ട്രീമിംഗ് ആരംഭിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതൊരു ഇംഗ്ലീഷ് ഹിസ്റ്റോറിക്കൽ ഡ്രാമ ഫിലിമാണ് ഹാംനെറ്റ്. ലോക പ്രശസ്ത സാഹിത്യകാരൻ വില്യംസ് ഷേക്സ്പിയറിന്റെ ഭാര്യ ആഗ്നസ് ഹാത്വേയുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു ദുരന്തത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ OTT-ൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തെലുങ്കു ആക്ഷൻ ഡ്രാമ ചിത്രമാണ് മാ ഇന്ദി ബംഗാരം. നന്ദിനി റെഡ്ഡിയുടെ സംവിധാനത്തിൽ സാമന്ത റൂത്ത് പ്രഭു പ്രധാന വേഷത്തിലെത്തിയ മൂവിയാണ് മാ ഇന്ദി ബംഗാരം. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം 24 OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു മലയാളം ക്രൈം ത്രില്ലർ ചിത്രമാണ് ഒരു വടക്കൻ വെളിച്ചം. അഖിൽ സുരേഷ് ബാബു രചനയും സംവിധാനവും നിർവഹിച്ച് അനന്തൻ, ഹരീഷ് മേനോൻ, സുരഭി സുരേഷ് ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ മൂവിയാണ് ഒരു വടക്കൻ വെളിച്ചം. മനോരമ മാക്സ് ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത് തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ദക്ഷിണ കൊറിയൻ വെബ് സീരീസ് ആണ് ദ ഈസ്റ്റ് പാലസ്. ആകെ 8 എപ്പിസോഡുകളുള്ള ഒരു ഡാർക്ക് ഫാന്റസി വെബ് സീരീസ് ആണ് ദ ഈസ്റ്റ് പാലസ്. ഒരു സാങ്കല്പിക ചരിത്ര പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയാണിത്. ഒരു കൊട്ടാരത്തിലെ രാജകുമാരന് ക്രൂരമായ ശാപം കിട്ടുകയും അതിനോടനുബന്ധിച്ച് കൊട്ടാരത്തിനകത്ത് നടക്കുന്ന ഭീതിജനകമായ അമാനുഷിക സംഭവങ്ങളുമാണ് ഈ സീരീസിന്റെ പ്രധാന ഇതിവൃത്തം. നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ മാസം 17 മുതൽ ഹിന്ദി, തമിഴ്, തെലുങ്കു, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ OTT-ൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അഹമ്മദ് ഖാൻ സംവിധാനം ചെയ്തൊരു ബോളിവുഡ് കോമഡി ചിത്രമാണ് വെൽക്കം ടു ദി ജംഗിൾ. അക്ഷയ് കുമാർ, സാക്കിർ ഹുസൈൻ, അർഷാദ് വാർസി, സുനിൽ ഷെട്ടി എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഓഗസ്റ്റ് 7 ഓഗസ്റ്റ് 21 ഉള്ളിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് ദ വിസ്പർ. തങ്ങളുടെ പിതാവിന്റെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ലൂസിയും സഹോദരൻ അഡ്രിയയും വീട് വിട്ടിറങ്ങുന്നതും പിന്നീട് അവർ എത്തിച്ചേരുന്നത് വിജനമായ ഒരു വലിയ കൊട്ടാരത്തിലാണ്. അവിടം സുരക്ഷിതമായ ഒരു ഇടമാണെന്ന് കരുതിയിരുന്നെങ്കിലും ആ വലിയ കൊട്ടാരത്തിനുള്ളിൽ അവരെ കാത്തിരുന്നത് ഭീതിജനകമായ ചില രഹസ്യങ്ങളായിരുന്നു. ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഗുസ്താവോ ഹെർണാണ്ടസ് സംവിധാനം ചെയ്ത ഈ സിനിമ മനുഷ്യന്റെ ക്രൂരതയും സൈക്കോളജിക്കൽ ഹൊററും ഒന്നിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന ക്ലൈമാക്സോടെയാണ് ചിത്രം അവസാനിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTT-ൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാളം മൂവിയാണ് ദായം. പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഒരു കൗമാരക്കാരിയായ പെൺകുട്ടി തന്റെ മാതാവിന്റെ മരണശേഷം നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങളും കുടുംബത്തിലെ ദുരാചാരങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. മനോരമ മാക്സിലൂടെ OTT-ൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.